അപ്പോൾ ഒരു സിനിമയുടെ ബഡ്ജറ്റ്, കളക്ഷൻ എന്നിവയൊക്കെ വെച്ച് ആ സിനിമ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പലതവണ പല രീതിയിൽ ഈ വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡും ബോറിംഗും ആവുന്നുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് മാക്സിമം ചുരുക്കി ഒരു റിയൽ ലൈഫ് ഡാറ്റ വെച്ച് ഇത് പറയാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സിനിമ നിർമ്മിച്ച് അത് തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ 3 കൂട്ടരാണ് ഫിനാൻഷ്യലി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിൽ ആദ്യത്തേത് പ്രൊഡ്യൂസേഴ്സ് അഥവാ നിർമ്മാതാക്കൾ, രണ്ടാമത്തേത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഥവാ വിതരണക്കാർ, മൂന്നാമത്തേത് എക്സിബിറ്റേഴ്സ് അഥവാ തിയേറ്റർ ഉടമകൾ. ഇതിൽ നിന്ന് നമുക്ക് തൽക്കാലം ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഥവാ വിതരണക്കാർ എന്ന് പറയുന്ന സംഗതി എടുത്തുമാറ്റാം. അവരെ പറ്റി നമുക്ക് അവസാനം സംസാരിക്കാം. കാരണം ഇതിൽ നിന്ന് അവരെ എടുത്തു മാറ്റുമ്പോൾ കാര്യങ്ങൾ ഒരുപാട് എളുപ്പമാവുന്നുണ്ട്. എന്നാൽ അവരെ ഒഴിവാക്കുന്നത് വഴി വലിയ എന്തോ പോയിന്റ് നമ്മൾ മിസ് ഔട്ട് ആയി പോകുന്നുണ്ട് എന്ന് കരുതണ്ട. കാരണം ലോക എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തതാരാണ്? വേഫെയറർ ഫിലിംസ്. ആ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാരാണ്? വേഫെയറർ ഫിലിംസ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. സോ താൽക്കാലികമായി അവർ ഈ ഡിസ്കഷനിൽ നിന്ന് മാറ്റി നിർത്തിയാലും വലിയ പ്രശ്നമില്ല. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഒരറ്റത്ത് പ്രൊഡ്യൂസേഴ്സ്, മറ്റേ അറ്റത്ത് തിയേറ്റർ ഉടമകൾ. ഇതിൽ പ്രൊഡ്യൂസറിന് തിയേറ്ററിൽ നിന്നല്ലാതെ വരുമാനം ലഭിക്കും. അതെങ്ങനെ? അതാണ് ഓഡിയോ റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, OTT റൈറ്റ്സ്. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുള്ളത്, ഒരു പ്രൊഡ്യൂസർ നിർമ്മിച്ചിരിക്കുന്നത് ഒരു താരമൂല്യമില്ലാത്ത, പിന്നണിയിൽ പേരുകേട്ട എഴുത്തുകാരനോ സംവിധായകനോ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഫേമസ് മ്യൂസിക് ഡയറക്ടറും അയാളുടെ പോപ്പുലർ പാട്ടുകളും ഇല്ലാത്തൊരു സിനിമയാണെങ്കിൽ ഈ പറഞ്ഞ റൈറ്റുകളൊന്നും വിറ്റുപോയില്ല എന്നും വരാം. അതായത് നിങ്ങളോ ഞാനോ ഇന്ന് കുറച്ച് പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഉടനെ വന്ന് ആരും വാങ്ങിച്ചു കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഏതൊരു സിനിമയ്ക്കും ഏതൊരു നിർമ്മാതാവിനും തിയേറ്റർ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിൽ ആദ്യത്തേത് ഗ്രോസ് കളക്ഷൻ. സിമ്പിളായി പറഞ്ഞാൽ ഒരു സിനിമയുടെ ടിക്കറ്റ് വിറ്റ് കിട്ടിയ മുഴുവൻ തുകയാണ് ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനടക്കം ഒരു 10 പേര് പോയി ഒരു സിനിമ കണ്ടു. ഒരു ടിക്കറ്റിന്റെ ചാർജ് 100 രൂപ. സോ ടോട്ടലായി ആ കൗണ്ടറിൽ കിട്ടിയ തുക 1000 രൂപ. ഈ 1000 രൂപയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. എന്നാൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കിട്ടിയ ഈ 1000 രൂപ മുഴുവനായും അവർക്ക് എടുക്കാൻ സാധിക്കില്ല. അവരതിൽ നിന്ന് സർക്കാരിന് എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത ടാക്സ് ആണ്. കേരളത്തിൽ അത് 30%. സോ 1000-ൽ നിന്ന് ഈ 30% കുറച്ച് തിയേറ്ററുകാരന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവുന്ന ആ 700 രൂപയാണ് നെറ്റ് കളക്ഷൻ. അപ്പം മൊത്തം ടിക്കറ്റ് സെയിൽസിൽ നിന്ന് കിട്ടുന്ന 1000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ. അതിൽ നിന്ന് ടാക്സ് അടച്ച് ഇവരുടെ കയ്യിൽ വരുന്ന 700 രൂപയാണ് നെറ്റ് കളക്ഷൻ. ഇനി ഈ 700 രൂപയുടെ ഒരു വിഹിതം തിയേറ്ററുകാരൻ പ്രൊഡ്യൂസർക്ക് കൊടുക്കും, ബാക്കി അയാൾക്കുള്ളത്. അപ്പൊ എന്തിന്റെ ബേസിലാണ് ഈ കൊടുക്കുന്നത്? തിയേറ്ററുകാരന് തോന്നിയ പോലെ ഒരു പൈസ എടുത്ത് ബാക്കി പൈസ പ്രൊഡ്യൂസറിന് കൊടുക്കുകയാണോ? ഒരിക്കലുമല്ല. ഈ ഒരു കാര്യത്തിൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തിയേറ്റർ ഉടമകളും പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും തമ്മിൽ ആദ്യം തന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വീണ്ടും വന്നല്ലേ, അവരെ നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് തിയേറ്ററുകാരും പ്രൊഡ്യൂസേഴ്സും തമ്മിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ 60-40 ആവാം, 50-50 ആവാം. സോ അത് 50-50 ആണെങ്കിൽ ഈ 700-ൽ നിന്ന് 350 പ്രൊഡ്യൂസറിന് കൊടുക്കും, 350 തിയേറ്ററുകാരന് എടുക്കും. അപ്പോൾ ഈ പടം ഹിറ്റാണോ ഫ്ലോപ്പാണോ? പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ബ്രേക്ക് ഈവൻ. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പറയണം ഇതെങ്ങനെയുണ്ട്, ബോറിംഗ് ആണോ? സംഗതി ബോറിംഗ് ആണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അല്ല എന്നാണെങ്കിൽ ഞാൻ ബ്രേക്ക് ഈവനുമായി അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. ഒപ്പം 500 കോടി മുതൽ മുടക്കിൽ വന്ന് 1800 കോടിക്ക് അടുപ്പിച്ച് കളക്ഷൻ നേടിയ അല്ലു അർജുന്റെ പുഷ്പ 2 യഥാർത്ഥത്തിൽ ഒരു 100% സക്സസ് ആണോ എന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം.